സോഷ്യൽ സയൻസിനകത്ത് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്ന 5 വാക്കുകളുണ്ട്. അതിലൊന്ന് സെൽഫാണ്, ഒന്ന് സബ്ജക്റ്റാണ്, ഒന്ന് ഏജൻസിയാണ്, ഒന്ന് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നതാണ്, മറ്റൊന്ന് പേഴ്സൺ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഇത് വളരെ ഗൗരവമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അരിസ്റ്റോട്ടിൽ പറഞ്ഞൊരു കാര്യം അത് അത്ഭുതകരമായി തോന്നി. എനിക്കിത് വായിച്ചപ്പോ എടശ്ശേരിയും അരിസ്റ്റോട്ടലും തമ്മിലൊരു ബന്ധമുള്ളതായിട്ട് എനിക്ക് സത്യത്തിൽ അനുഭവപ്പെട്ടു. ഞാനൊന്ന് വായിക്കാം. അരിസ്റ്റോട്ടിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഫ്രോനെസിസ് എന്ന് പറഞ്ഞ വാക്ക്. ഫ്രോനെസിസ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥത്തിലുള്ളൂ, ഈ സന്ദർഭത്തോട് വിനിമയം ചെയ്യാനുള്ള ശേഷി, പ്രായോഗിക ജ്ഞാനം, ധാർമ്മികമായ തെരഞ്ഞെടുപ്പ്, ഇത് മൂന്നും കടന്നു വരുന്ന ഒരു വാക്കാണ് ഈ ഫ്രോനെസിസ് എന്നുള്ള വാക്ക്. പറഞ്ഞതിനർത്ഥം എന്ന് വെച്ചാൽ കുഴഞ്ഞു മറിഞ്ഞതും അസ്ഥിരവുമായ യഥാർത്ഥ ലോകത്തെ എപ്രകാരം കൈകാര്യം ചെയ്യണമെന്നതിൽ പ്രായോഗിക ജ്ഞാനവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പും അതിജീവനത്തിൽ പ്രധാനമാണെന്ന് അരിസ്റ്റോട്ടിൽ കരുതുന്നു. നിങ്ങൾക്ക് യൂണിവേഴ്സൽ നോളജ് ഉണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. നിങ്ങൾക്ക് കുറെ ഫിലോസഫി അറിയാം, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അതിനേക്കാൾ പ്രധാനമാണ് പ്രായോഗിക ജ്ഞാനം. കാരണം ഓരോ സന്ദർഭവും വ്യത്യസ്തമാണ്. ഇന്നലെ നിങ്ങൾ എൻകൗണ്ടർ ചെയ്യുന്ന പ്രശ്നമല്ല ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നം. അപ്പൊ ഓരോ പ്രശ്നങ്ങളും മാറി വരുമ്പോ അവിടെ വെച്ച് നിങ്ങൾക്ക് എന്ത്, അതാണ് ആ ബുദ്ധനും നരിയും എന്നുള്ള കവിതയിൽ പറയുന്നത്. ആ പ്രോസസ് ആണ്. ഈ പ്രായോഗികമായ ജ്ഞാനം നിങ്ങൾക്ക് ബുദ്ധന്റെ അഹിംസാ സിദ്ധാന്തം അറിയാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തിയറി അറിയാം. അങ്ങനെ ഒരു തിയറി വെച്ചിട്ടല്ല നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ ജീവിക്കുന്നത് പ്രായോഗികമായിട്ടുള്ള ഒരു ജീവിത പരിതോവസ്ഥയിലാണ്. അവിടെ എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്നാണ് വാസ്തവത്തിൽ നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെ ആലോചിക്കുന്നിടത്താണ് ഈ ദൈനംദിനത്തിൽ ഓരോ സന്ദർഭവും അനന്യമാണ്. വ്യത്യസ്ത മൂല്യങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് അതിന്റെ സവിശേഷത. ആ സംഘർഷത്തിലൂടെ നിങ്ങൾ കടന്നു പോകണമെന്നാണ് എടശ്ശേരി പറയുന്നത്. അതാണ് നിങ്ങൾ കർമ്മ അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതാണ് ഈ കർമ്മം എന്ന് പറയുന്നത് നമ്മൾ മറ്റേ ഈ ഗീതയിലൊന്നും പറയുന്ന ഒരു കർമ്മമല്ല. അത് എടശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാതരം വൈരുദ്ധ്യങ്ങളും അടങ്ങിയ ഒരു പാതയിലൂടെയുള്ള പോക്കാണ്. അതിലൂടെ നിങ്ങൾ രൂപപ്പെട്ടു വരണം. അതാണ്. അല്ലാണ്ട് നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞ പോലെ ഒരു പണി ഏൽപ്പിച്ചു അതിങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കുഞ്ഞാടിന്റെ പണിയുണ്ട്. ഇതല്ല. നിങ്ങൾ വാസ്തവത്തിൽ സംഘർഷഭരിതമായ ഒരു ഇടത്തിലൂടെ കടന്നുപോയി നിങ്ങൾ തന്നെ രൂപപ്പെട്ടു വരണം. ആരുടെയും കരുണയ്ക്ക് കാത്തു നിൽക്കരുത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ ഭരണകൂടത്തിന്റെ പ്രലോഭനങ്ങൾ എല്ലായ്പ്പോഴും നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട്